Good evening, sir. Yes, good evening. Turn you. Good evening, sir. Good evening. Yes, how are you? Very fine, Fine, sir. sir. Okay. Innu Fine. fine. Yes, for you. Nasir എന്താ പറയാൻ പോയി? അത് ഫൈൻ പറഞ്ഞതാണ് സാർ. മോള് ഓണാക്കിയിട്ട് പറഞ്ഞത്. Okay. No problem. Yes. എല്ലാവരും പഠിക്കട്ടെ. Yes. അപ്പൊ നമുക്ക് ഇന്ന് പുതിയ ഒരു ലെസൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സർ മൂവിന്റെ റിവ്യൂ എഴുതാൻ പറഞ്ഞിരുന്നു, ഞാൻ ആദ്യം തന്നെ പറയാം. യെസ്, ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മനസ്സില്. അത് പറയൂലെന്ന് അറിയട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ എങ്ങനെ മിണ്ടാണ്ടിരുന്നതാണ്. അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം. ഒരു അരമണിക്കൂർ കഴിയട്ടെ. ഇതൊന്ന് കുറച്ച് നമുക്ക് തൊടിയിൽ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് വരാം. ഓക്കെ സർ. ഓക്കെ. അല്ലെങ്കിൽ ഇത് കുറച്ച് പെൻഡിങ്. ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? യെസ്, ഒരു അരമണിക്കൂർ കഴിയട്ടെ, നമുക്ക് വരാം. യെസ്, വേറൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, തുടങ്ങി വെക്കുന്നത് യൂണിറ്റ് നമ്പർ 2 ആണ്. യൂണിറ്റ് നമ്പർ 2 അത് നൗൺ ആൻഡ് പ്രോനൗൺ. യൂണിറ്റ് നമ്പർ 2 നൗൺ ആൻഡ് പ്രോനൗൺ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി, കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, യൂണിറ്റ് നമ്പർ 2 nouns and pronouns. ഓക്കെ, അപ്പോ എന്താണ് നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഞാൻ വേറെ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞപ്പോൾ നൗൺ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നിരുന്നാലും ഞാൻ വീണ്ടും പറയുകയാണ്, നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സംഗതിയുടെയോ പേരിനെ കുറിക്കുന്ന പദത്തെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. വാട്ട് ഈസ് നൗൺ? നൗൺ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ നാമം എന്ന് പറയും. നെയിം ഓഫ് എ പ്ലേസ്, നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് എ തിങ്. എന്തിനെങ്കിലും പേര്, ആ പേരിനെ കുറിച്ച് പറയുന്നതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. നൗൺ എന്താണെന്ന് പിടികിട്ടിയല്ലോ. ഓക്കെ, ബേസിക് ആയിട്ട് നൗണിനെ നമുക്ക് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമതിന് പറയുന്ന പേര് കൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ എന്ന് പറഞ്ഞാല് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാല് അൺകൗണ്ടബിൾ, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. നൗണാണ്, പക്ഷെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയും, ബുക്ക്, ബോക്സസ്, ബെഞ്ച്, ഡെസ്ക്. അപ്പോ ഇതൊക്കെ മുബീന കൗണ്ടബിൾ ആണ്, അൺകൗണ്ടബിൾ ആണ്? കൗണ്ടബിൾ. കൗണ്ടബിൾ ആണ്. വെരി ഗുഡ്. മുബീനയുടെ മകനാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ? വെരി ഗുഡ്. മകളാണ് പറഞ്ഞത്. യെസ്, ഇറ്റ് ഈസ് കൗണ്ടബിൾ. യെസ്, ഇത് കൗണ്ടബിൾ ആണ്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് പഞ്ചസാര, അല്ലെങ്കിൽ അരി, അല്ലെങ്കിൽ ഹെയർ, മുടി, ഇതൊക്കെ നമുക്ക് എണ്ണാൻ പറ്റും. അത് നമുക്ക് എണ്ണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ പറയുന്നു, ആൻസി പറയുന്നു സാൻഡ്, മണല് എന്ന് പറഞ്ഞൊരു പേരല്ലേ, അതൊരു നൗണാണ്. പക്ഷെ അത് എണ്ണി തിന്നപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. ഓരോന്നും നമുക്ക് എണ്ണാൻ പറ്റില്ല. അങ്ങനെ എണ്ണാൻ പറ്റാത്തതിനെ നമുക്ക് അൺകൗണ്ടബിൾ എന്ന് പറയും. അൺകൗണ്ടബിൾ, അത് ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് ഓർത്ത് ചെയ്താൽ മതി. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരിനെ കുറിക്കുന്നതാണ്. നെയിം ഓഫ് എ പ്ലേസ്, നെയിം ഓഫ് എ തിങ്, നെയിം ഓഫ് എ പേഴ്സൺ. ആൻഡ് ദിസ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻടു 2. One is countable noun, that we can count it one by one. Next is uncountable, that we cannot count it. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഓക്കെ, അത് പൊതുവായിട്ട് നൗണിനെ കുറിച്ച് പറഞ്ഞപ്പോഴുള്ള ഒരു കാര്യം പറഞ്ഞതാണ്. ബേസിക് ആയിട്ട് നമുക്ക് നൗണിനെ 4 ആയിട്ട് വിഭജിക്കാം. ആ 4 എണ്ണം ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൗണ്ടബിളും അൺകൗണ്ടബിളും 2 ആയിട്ട് വിഭജിക്കുന്നുള്ളത് വിചാരിക്കേണ്ട. അതൊന്ന് ബേസിക് ആയിട്ട് ഓർത്തിരുന്നാൽ മതി. ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. നൗണിനെ നമുക്ക് 4 രീതിയിൽ വിഭജിക്കാം. അതിൽ ഒന്നാമത്തിന് പറയുന്ന പേര്
പ്രോപ്പർ നൗൺ എന്നാണ്. രണ്ടാമത്തേനെ പറയുന്ന പേര് കോമൺ നൗൺ എന്നാണ്. മൂന്നാമത്തേനെ പറയുന്ന പേര് അബ്സ്ട്രാക്ട് നൗൺ എന്നാണ്. നാലാമത്തേനെ പറയുന്ന പേര് കളക്റ്റീവ് നൗൺ എന്നാണ്. അങ്ങനെ നമുക്ക് 4 ആയിട്ട് വിഭജിക്കാം. അപ്പൊ നൗൺ ദാറ്റ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻടു 4, 4 ആയിട്ട് വിഭജിക്കാം. അപ്പൊ നൗൺ എന്താണെന്ന് പറഞ്ഞു, അത് നമുക്ക് 4 ആയിട്ട് വിഭജിക്കാന്നും പറഞ്ഞു. അതിൽ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു നൗണിനെ 4 ആയിട്ട് വിഭജിക്കാം. അതില് ഒന്നാമത്തേതാണ് പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ അപ്പൊ നിങ്ങൾ സൈഡിലൊന്ന് എഴുതി വെച്ചു, പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ എഴുതി വെച്ചിട്ട് നൗഡ് എന്ന് മുകളിൽ എഴുതിയിട്ട് 4 വിധം എന്ന് എഴുതിയിട്ട് അതിന്റെ അടിയിൽ 1 പ്രോപ്പർ നൗൺ. അതിൽ ഒന്നാമത്തേതാണ് പ്രോപ്പർ നൗൺ. അപ്പൊ നമുക്ക് അതിന്റെ നേരെ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എഴുതാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തേനെ പറയുന്നതാണ് പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ഥലത്തിന്റെ പേര്, ഒരു സംഗതിയുടെ പേര്, പേരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തിനെയും നമുക്ക് എന്ത് പറയാം, പ്രോപ്പർ നൗൺ. പേരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇപ്പോ മദ്രാസ്, സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ഓക്കെ ആൻസി കറക്റ്റ് ആണ്. സ്പെസിഫിക് ആയിട്ട് ഇപ്പോ ആൻസി എന്ന് പറയുമ്പോൾ എല്ലാവരെയും പറയാം. ആൻസിനെ എടുത്ത് പറയണ ഒരാളെടുത്ത് പറയണം, പ്രോപ്പർ ആയിട്ട് പറയണം. നെയിം ഓഫ് എ പ്ലേസ്, നെയിം ഓഫ് എ തിങ്, ഒരു വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ പേര്, ഇതെല്ലാം നമുക്ക് ഇത് പറയാം, പ്രോപ്പർ നൗൺ എന്ന് പറയാം. സബിക ഒരു പ്രോപ്പർ നൗണാണ്, പേരല്ലേ. അതുമല്ല എങ്കിൽ മദ്രാസ്, അതും ഒരു സ്ഥലത്തിന്റെ പേരല്ലേ. അങ്ങനെ ഒരു പേരിനെ കുറിക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർ നൗൺ എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാല് സ്ഥലത്തിന്റെ പേര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിന്റെ പേര്, നിങ്ങളുടെ നാട്ടിന്റെ പേര് എഴുതിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയുടെ പേര് എഴുതിക്കും. അതൊരു പ്രോപ്പർ സ്ഥലമല്ലേ, നിങ്ങളുടെ ജില്ലയുടെ പേര്. അതുമല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര്, നിങ്ങളുടെ ഭർത്താവിന്റെയോ നിങ്ങളുടെ കുട്ടികളുടെയോ പേര്, ഇതൊക്കെ എന്താണ്, പ്രോപ്പർ നൗൺ ആണ്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് പറയാം പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ പേരിനെ കുറിച്ച് പറയുമ്പോൾ ആ പേരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണെന്ന് പിടികിട്ടിയല്ലോ. രണ്ടാമത്തേതാണ് കോമൺ നൗൺ. എന്താണ് കോമൺ നൗൺ? കോമൺ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് നമുക്ക് പറയാം പൊതുവായിട്ടുള്ളത്, കോമൺ ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ബോയ്, ആൺകുട്ടികൾ. അപ്പൊ ആൺകുട്ടികൾ എന്ന് പറയുന്ന എല്ലാവരും പെടയാണ്, അല്ല കോമൺ ആയിട്ട് പറയുന്നത്. ഇവിടെയും ആൺകുട്ടി ഉണ്ടാവും, അവിടെയും ആൺകുട്ടി ഉണ്ടാവും, അതിന്റെ അപ്പുറത്തും എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടാണ് ആൺകുട്ടികൾ എന്ന് പറയുന്ന വേർഡ് പറയുന്നത്. അപ്പൊ ആൺകുട്ടികൾ. അതുപോലെ നമുക്ക് വേണമെങ്കിൽ പറയാം പെൺകുട്ടികൾ, നെയിം ഓഫ് എ പ്ലേസ്. ഓക്കെ, കോമൺ ആയിട്ടുള്ള കാര്യം. ഓക്കെ ആൻസി. അതുമല്ല ഇതിനെങ്കിൽ പശു, എല്ലാ പശുക്കളെയും ഉദ്ദേശിച്ച് പറയുന്നതാണ്. കസേര, എല്ലാ കസേരകളെയും ഉദ്ദേശിച്ച് പറയുന്നതാണ്. യെസ്. അപ്പൊ നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് ഒരു വാക്ക് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ കോമൺ ആയിട്ടുള്ള എല്ലാവരെയും ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോമൺ നൗൺ. അപ്പൊ 2 പറഞ്ഞു. ആദ്യത്തേത് പ്രോപ്പർ നൗൺ ആണ്, രണ്ടാമത്തേത് കോമൺ നൗൺ ആണ്. കോമൺ എന്ന് പറയുന്ന വേർഡ് ആ വാക്കിൽ നിന്ന് തന്നെ പറയാം, കോമൺ ആണ്, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ 2 പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. പ്രോപ്പർ നൗൺ എന്താണെന്ന് പറഞ്ഞു, അതിനോടൊപ്പം തന്നെ നമ്മളെന്ത് പറഞ്ഞു, കോമൺ നൗൺ എന്താണെന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ നൗണിന്റെ പേരാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയും. അബ്സ്ട്രാക്ട് നൗൺ. അപ്പൊ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ജസ്ന തന്നെ, ജസ്നയുടെ സൗന്ദര്യം നമുക്കത് അനുഭവിക്കാൻ പറ്റും, കാണാൻ പറ്റും, പക്ഷെ നമ്മൾ ടച്ച് ചെയ്യാൻ പറ്റും ഇല്ല. ജസ്നയുടെ ദയാവായ്പ് അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പൊ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയണം മരണം, അതൊരു പേരല്ലേ. ആ മരണത്തെ നമുക്ക് കാണാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. അങ്ങനെ കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് ഇരിക്കുന്നത് പറയാൻ പറ്റാത്ത
സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാത്തതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്യൂട്ടി സൗന്ദര്യം, ഡെത്ത് മരണം, യൂത്ത് യൗവനം. ആ യൗവനം എവിടെയാണ് നമുക്ക് കാണാൻ പറ്റും? യെസ്, അത് നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് പറയുന്നത് യൗവനമാണ് മൊത്തത്തിൽ ഈ കാണുന്നതാണ് യൗവനം എന്ന് പറയാൻ പറ്റില്ല. യെസ്, അപ്പൊ നമ്മൾ പറയുന്നത് അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയും ഓക്കെ സന്തോഷം, ശരണ്യ പറയും സന്തോഷം, സന്തോഷം നമുക്ക് കാണാൻ പറ്റില്ല. സാഡ്, അപ്പൊ ശരണ്യ വീണ്ടും പറയുന്നു സന്തോഷം മാത്രമല്ല സങ്കടവും നമുക്ക് കാണാൻ പറ്റില്ല. കരയുന്നത് കാണാൻ പറ്റും. അതിനുള്ളിലെ സങ്കടം എവിടുന്നാ പറ്റുന്നത് കാണാൻ പറ്റുമോ? ഇല്ല. ദേ ഇവിടെ ഇരിക്കുന്നതാണ്, ഈ കൈയുടെ അറ്റത്തിരിക്കുന്നതാണ് സങ്കടം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വി ക്യാൻ ഓൺലി എക്സ്പീരിയൻസ് ഇറ്റ്. അങ്ങനെ അനുഭവിക്കാൻ സാധിക്കുന്ന എന്നാൽ കാണാൻ സാധിക്കാത്ത നൗണിനെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം. ജസ്ന പറയുന്നത് വെരി ഗുഡ്. അത് ശരിയാണ്. പറവൂരുള്ളവരൊക്കെ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോ ഫ്രണ്ട്ഷിപ്പ് വെരി ഗുഡ്. ജസ്ന ഒരു എക്സാമ്പിൾ ആണ്. സൗഹൃദമുണ്ട് നമുക്ക് വേറൊരാളായിട്ട്, അത് നമുക്ക് കാണാൻ പറ്റില്ല, അത് നമുക്ക് പേരായിട്ട് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. ഹംഗ്രി, വിശപ്പ്. യെസ്, നമ്മൾ വിചാരിച്ച പോലെയല്ല. ശരണ്യ വന്നുകൊണ്ടിരിക്കുക. നിസിയ പറയുന്നു ലവ്, സ്നേഹം. യെസ്, ഓക്കെ ഓക്കെ. ഭാവന, ഓക്കെ, പറഞ്ഞതെല്ലാം റെഡിയാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും, സോറി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റില്ല. അപ്പൊ അതെന്താണ് മനസ്സിലായി? അതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു സംഗതിയുണ്ട്, അതിനെ പറയുന്ന പേരാണ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടമായിരിക്കും, ഒരു ഗ്രൂപ്പ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഉദാഹരണം പറയാം. ഒരു ബൊക്കെ. ബൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പൂവാണ് അതിനകത്തുള്ളത്. ധാരാളം പൂവുകൾ ചേരുമ്പോഴാണ് അതെന്താവുന്നത്? ഒരു ബൊക്കെ ആവുന്നത്. യെസ്, അടാ. അപ്പോ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ്. അതുപോലെ തന്നെ കപ്പലുകൾ ധാരാളം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് എന്ന് പറയും. അണ്ട ബഞ്ച് ഓഫ് ഗ്രേപ്സ്. ഓക്കെ, അങ്ങനെ സംഗതി ഒരെണ്ണം ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടി അല്ല. ഫാമിലി, ഫാമിലി എന്ന് പറയുമ്പോൾ ഒരാൾ ഒറ്റക്കാണെങ്കിൽ ഫാമിലി എന്ന് പറയൂ. യെസ്, ഓക്കെ ശരണ്യ. അപ്പൊ നമുക്ക് ഒരാൾ ഒറ്റക്കാണെങ്കിൽ ഫാമിലി എന്ന് പറയൂ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? ഒന്നിലധികം ഉണ്ടാവുകയും ആ ഒന്നിലധികം സാധനങ്ങൾ വെച്ചിട്ട് ധാരാളം ഗാലക്സി. ഓക്കെ, ശരി ഭാവന. ഇപ്പൊ നിങ്ങൾ ചൂല് എടുക്കുക. ആ ചൂല് എന്ന് പറയുമ്പോൾ ഒരെണ്ണേ ഉള്ളൂ. പക്ഷെ ആ ചൂലിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ഈർക്കിലിയുടെ എണ്ണം എത്ര ഉണ്ട്? അത് കൂടുതലല്ലേ? അപ്പൊ അത്രയും ഈർക്കിലികൾ കൂടി ചേരുമ്പോഴാണ് ഒരു ചൂലുണ്ടാവുന്നത്. അപ്പൊ നമുക്ക് പറയാം അങ്ങനെ ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നതിന് കോമൺ നൗൺ എന്ന് പറയുന്നു. അപ്പൊ പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. നൗണിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. സോറി, നൗണിനെ നമുക്ക് നാലായിട്ട് വിഭജിക്കാം. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള പേര് അതിനെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. കോമൺ നൗൺ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പൊതുവായിട്ട് ഒരു വർഗത്തെ അതിനെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പൊതുവായിട്ടുള്ള അതിനെ ആ പേരിൽ വരുന്ന എല്ലാത്തിനെയും അങ്ങനെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്ത എന്നാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സംഗതികളെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ, പക്ഷെ ആ ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നിലധികം സംഗതികൾ ആവശ്യമാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഇത് നാലും പിടി കിട്ടിയോ? പ്രോപ്പർ, കോമൺ, അബ്സ്ട്രാക്ട് ആൻഡ് കളക്റ്റീവ്. ഓക്കെ, മനസ്സിലായി? ഓക്കെ ഓക്കെ. അപ്പൊ വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എന്താണ് നൗൺ എന്ന് പറഞ്ഞു? നൗണിനെ രണ്ടായിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും നമ്മൾ പറഞ്ഞു അത് ബേസിക് ആയിട്ടുള്ള വിഭജനമാണ്. അതല്ലാതെ നൗണിനെ നമുക്ക് നാലായിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു. അതിന് നാലിന്റെ പേര് പറഞ്ഞു, അതിന്റെ പ്രത്യേകത പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് നൗണിന്റെ സിംഗുലറും പ്ലൂറലുമായ സംഗതികളിലേക്ക് നമുക്ക് കിടക്കാം. സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം, പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ വൺ. അപ്പൊ സിംഗുലർ മീൻസ് സിംഗുലർ അല്ല, സിംഗിൾ. ഞാൻ സിംഗിൾ ആണെന്ന് പറയാറില്ല.
വാട്ട് ഈസ് യുവർ മാർഷ്യൽ സ്റ്റാറ്റസ് എന്ന് ചോദിക്കുമ്പോൾ ഐ ആം സിംഗിൾ. ഞാൻ ഒറ്റയ്ക്കാണ്, വിവാഹിതയായിട്ടില്ല, അല്ലെ വിവാഹിതനായിട്ടില്ല എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നൗണിനെ നമുക്ക് സിംഗുലറും പ്ലൂറലുമായിട്ട് വിഭജിക്കാം എന്ന് പറഞ്ഞു. ഒരെണ്ണമാണെങ്കിൽ അതിന് സിംഗുലർ എന്നും ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്ലൂറൽ എന്നും പറയും. അതാണ് ഏകവചനവും ബഹുവചനവും എന്ന് പറയും. അപ്പൊ നമുക്ക് ഭാവന, ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ ആണ് പ്ലൂറലാണ്? സിംഗുലർ. അപ്പൊ അതിന്റെ പ്ലൂറൽ എന്ന് പറഞ്ഞ ബുക്സ് അല്ലെ? ഈ ഡബിൾ ബുക്കാണ്. അതിന്റെ പ്ലൂറൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു എസ് ചേർക്കും. അപ്പൊ എന്തായി? ബുക്സ് ആയി. ശരിയാണ്. ഓക്കെ, BOY ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൻസി, അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ്. അപ്പൊ അതിന്റെ പ്ലൂറൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എസ് ചേർത്ത്. അപ്പൊ നമ്മൾ എന്ത് ചേർക്കണം? പ്ലൂറൽ എങ്ങനെയാണ്? ബോയ്സ്. ഓക്കെ, BOY കൂടെ നമ്മൾ എന്ത് ചേർത്തു? ഒരു എസ് ചേർത്തു. അപ്പോ ഇവിടെ എസ് ചേർക്കുമ്പോൾ അത് എന്തായിട്ട് മാറി? അതൊരു പ്ലൂറൽ ആയിട്ട് മാറി. മോർ ദാൻ വൺ എന്ന് പറഞ്ഞു. അപ്പോ ആൽഫ. വെരി ഗുഡ്. ഇപ്പൊ ഗ്ലാസ്, GLASS, ഗ്ലാസ്. ഗ്ലാസ് എന്നുള്ളതിന്റെ പ്ലൂറൽ എന്താണ്? ഗ്ലാസസ്. സ്പെല്ലിംഗ് വരുമ്പോ എന്ത് വരും? GLASSES അല്ല. അപ്പൊ അവിടെ നേരത്തെ നമ്മൾ ബോയ് എന്നുള്ളത് പ്ലൂറലാക്കാൻ വേണ്ടിയിട്ട് വെറുതെ എസ് ചേർത്തുള്ളൂ. പക്ഷെ ഗ്ലാസ് എന്ന് പറയുന്ന വേർഡായി കഴിഞ്ഞപ്പോ ഗ്ലാസസ് എന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ES ചേർത്തു. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ചില വാക്കുകളുടെ കൂടെ എസ് ചേർത്താൽ അത് പ്ലൂറലാവും, വേറെയും ചില വാക്കുകളുടെ കൂടെ എസ് ചേർത്താലല്ല ES ചേർത്താലേ പ്ലൂറലാവുള്ളൂ. അത് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരുമ്പോ ഒരു വേർഡ് കൊടുത്തിട്ട് ഇതിന്റെ പ്ലൂറൽ എന്താണ് എന്ന് ചോദിക്കാം. ആ പ്ലൂറലായിട്ട് പറയേണ്ട വാക്കിന്റെ അടിയിൽ നിന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവാം. ഇതിന്റെ പ്ലൂറൽ എന്താണ്? അപ്പോ എസ് ആണോ ചേർക്കേണ്ടത്, ES ആണോ ചേർക്കേണ്ടത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് റിമൈൻഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ചിലതിന് എസ് ചേർത്താൽ പ്ലൂറലാവും, ചിലതിന് എസ് എന്നുള്ളതിന് പകരം ES ചേർത്താലാണ് പ്ലൂറലാവുള്ളൂ. ഇപ്പൊ നമുക്ക് വേറെ എക്സാമ്പിൾ പറയാം. ബുഷ്. ബുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിച്ചെടി എന്ന് അർത്ഥമുണ്ട്, അല്ലാതെയും ബുഷിന് വേറെ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ബുഷ്. അപ്പൊ ബുഷസ് എന്ന് പറയുമ്പോൾ BUSH ആണ് ബുഷ്. ബുഷസ് എന്ന് പറയുമ്പോൾ BUSHES, ബുഷസ്. അല്ല, അവിടെ ES ചേർത്തു. ഫോക്സ്, കുറുക്കൻ. അപ്പൊ കുറുക്കന്മാർ എന്ന് പറയുമ്പോഴോ ഫോക്സസ്, FOX, പിന്നെ ഒരു ES കൂടി ചേർക്കണം. അപ്പൊ ചിലതിന് S ചേർക്കണം, ചിലതിന് ES ചേർക്കണം. അതും പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ശരണ്യ. ഇന്ന് ബലത്തിൽ പറ ശരണ്യ. യെസ് സാർ. യെസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ വേറൊരു വാക്ക് ചോദിക്കുകയാണ്. പോലെ ഇപ്പോ മങ്കി എന്നുള്ള വേർഡ്, സ്പെല്ലിംഗ് എന്താണ്? മങ്കി, MONKEY, മങ്കി. അപ്പൊ അത് കുരങ്ങൻ എന്നാണ്. കുരങ്ങന്മാർ എന്നാണെങ്കിൽ മങ്കീസ് എന്ന് പറയും. അപ്പൊ അതിന്റെ പ്ലൂറൽ എന്ത് വരും? മങ്കീസ്. സ്പെല്ലിംഗ് പറയൂ. MONKIES. അവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നസീല എന്ത് തോന്നുന്നു? നസീല, മങ്കീസ് എന്നുള്ള സ്പെല്ലിംഗ് എന്താണ്? MONKEYS. ഭാവന എന്ത് തോന്നുന്നു? KI വന്നു, ചില ആൾക്കാർ Y വന്നു. ഓക്കെ. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും, മങ്കി എന്ന് പറയുമ്പോൾ അത് അവസാനിക്കുന്ന വേർഡ് Y എന്ന് പറയുന്ന അക്ഷരത്തിലാണ്, അല്ലെ? അപ്പൊ ആ Y എന്ന് പറയുന്ന അക്ഷരത്തിൽ അപ്പൊ നിങ്ങൾ ആ സൈഡിൽ എഴുതി വെക്കും മങ്കി. എന്നിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് അതിന്റെ പ്ലൂറൽ മങ്കീസ്, MONKEYS. അതാണ് കറക്റ്റ്. MONKEYS. മങ്കിയുടെ പ്ലൂറൽ എന്താണ്? മങ്കീസ്. MONKEYS. ഓക്കെ.
ഇനി അടുത്ത വേറൊരു വേർഡ് ഞാൻ പറയാണ്. ചെറിയ കുട്ടികളെ നമ്മൾ ബേബി എന്ന് പറയില്ലേ? നസീമ, എന്താ സാർ, ഞാൻ ഇപ്പൊ കേറിയുള്ളൂ, പറയൂ. ഓക്കെ. ബേബി എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് എന്താണ്? കേറിയോ? ബേബി, നമ്മുടെ ബേബി. മേബി MAY. അത് ബേബി, ചെറിയ കുട്ടി. മേബി അല്ലേ? MAY. മേബി അല്ലേ? നസീമ, ചെറിയ കുട്ടി എന്ന് പറയില്ലേ? ബേബി. അതിന് സ്പെല്ലിംഗ് പറയാം. ബേബീസിന്റെ BABY. BABY പോലെട്ടാ. ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ നോക്കിയേ, BABY, ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടി, സ്മോൾ ചൈൽഡ്. ചെറിയ കുട്ടികളെ നമ്മൾ ബേബി എന്ന് പറയാം. ബേബി ഫുഡ്, ബേബി സോപ്പ് എന്നൊക്കെ പറയാറില്ലേ? ഇനി കുട്ടിയാവുമ്പോഴാണ് ബേബി എന്ന് പറയും. കുട്ടികൾ എന്നാണെങ്കിൽ എന്ന് പറയും? ബേബീസ്. സ്പെല്ലിംഗ് പറയൂ. BABIES. BABIES. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സബിക്ക് എന്ത് തോന്നുന്നു? ബേബീസിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആവോ? അതന്നെയാണ് സാർ. ഉറപ്പിച്ചു. ഓക്കെ. സബിക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തപ്പീലില്ല. സുപ്രീം കോടതി പറഞ്ഞു. ഇനിയപ്പോ ഞാനും അതിനകത്ത് ഇതിൽ പറയുന്നില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ അവിടെ നോക്കിയേ, മങ്കി എന്ന് എഴുതി കഴിഞ്ഞപ്പോ അതിന്റെ പ്ലൂറൽ കിട്ടാൻ വേണ്ടി നമ്മൾ വെറുതെ എസ് ചെയ്യാം. ബേബി എന്ന് എഴുതി കഴിഞ്ഞപ്പോ അതിന്റെ പ്ലൂറൽ കിട്ടാൻ വേണ്ടിയിട്ട് വൈ കളഞ്ഞിട്ട് അവസാനത്തെ ആ ലെറ്റർ വൈ ഇല്ലേ, അത് കളഞ്ഞിട്ട് IES എന്ന് ചേർന്നു. യെസ്, അത് ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ഒരു ടെക്നിക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് റിമൈൻഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഏതിന്റെ കൂടെയൊക്കെയാണ് ഈ വെറുതെ എസ് വരുന്നത്, ഏതിന്റെ കൂടെയൊക്കെയാണ് IES വരുന്നത്, അത് ഓർത്തിരിക്കാനായിട്ട് ഒരു ടെക്നിക്ക് ഉണ്ട്. അത് ഇങ്ങനെ ചെയ്താൽ മതി. അതാണ് ഞാൻ പറയുന്നത്. യെസ്, അതായത് വൈയിൽ അവസാനിക്കുന്ന വാക്കുകൾക്ക് ചിലതിന് വെറുതെ എസ് മതി പ്ലൂറലാവാനായിട്ട്, ചില വീടുകൾക്ക് IES വരും. അപ്പൊ നമുക്ക് ആദ്യത്തെ അതിൻ്റെ അത് വാക്കെടുക്കാം. മങ്കി എന്ന് പറയും. മങ്കി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് അക്ഷരം വൈ ആണ്. ആ വൈയുടെ തൊട്ട് മുന്നിലുള്ള അക്ഷരം നോക്കാം. തൊട്ട് മുന്നിലുള്ള അക്ഷരം ഏതാണ്? ഇ ആണ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വവ്വൽ സൗണ്ടിൽ പെട്ടതാണ്. AEIOU പെട്ടതല്ലേ? അങ്ങനെ വൈയിൽ അവസാനിക്കുന്ന വേർഡിന്റെ പ്ലൂറൽ എഴുതുന്നതിന് മുമ്പ് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നേരിട്ട് എഴുതിക്കോ. തൊട്ട് മുമ്പുള്ള വാക്ക് നോക്കുക. അത് വവ്വൽ സൗണ്ടിൽ പെട്ടതാണെങ്കിൽ തൊട്ട് മുമ്പുള്ള വാക്ക് അത് വെറുതെ എസ് ചേർത്താൽ മതി. വവ്വൽ സൗണ്ടിൽ പെട്ടതാണെങ്കിൽ വെറുതെ എസ് ചേർത്താൽ മതി. ഇനി രണ്ടാമത്തെ വാക്ക് നോക്കുക. ബേബി, BABY എന്നാണ്. ഇവിടെ വൈയുടെ തൊട്ട് മുമ്പിലുള്ള വാക്ക് വേർഡ് നോക്കി, ലെറ്റർ നോക്കിയേ, ബി അല്ലേ? ബി വവ്വൽസിൽ പെട്ടതല്ലല്ലോ. വവ്വൽസിൽ പെട്ടതല്ലെങ്കിൽ വൈ കളഞ്ഞിട്ട് IES ചേർക്കണം. ഇങ്ങനെ ഒന്ന് ഓർത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് പറ്റില്ല. ഓക്കെ ആൻസി, കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ വൈയിൽ അവസാനിക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് വെറുതെ എസ് ചേർത്താൽ മതിയാ IES ചേർത്താൽ മതിയാ എന്നുള്ളത് ഒന്ന് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. വൈയിൽ അവസാനിക്കുന്ന വേർഡുകളുടെ പ്ലൂരൽ അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് കണ്ടെത്താവുന്ന ഒരു മാർഗമാണ് വൈയുടെ തൊട്ട് മുമ്പുള്ള ലെറ്റർ നോക്കുക. അത് വവ്വൽ സൗണ്ടിൽ പെട്ടതാണെങ്കിൽ വെറുതെ എസ് ചേർത്താൽ മതിയാവും. വവ്വൽ സൗണ്ടിൽ പെടാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? അവിടെ IES, വൈ കളഞ്ഞിട്ട് IES ചേർക്കണം. അത്രയും പിടികിട്ടിയല്ലോ? യെസ്. അപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാണ് പറഞ്ഞതൊക്കെ. നമ്മൾ നൗൺ എന്താണെന്ന് പറഞ്ഞു, അതിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു, എണ്ണാൻ പറ്റുന്നതും എണ്ണാൻ പറ്റാത്തതും. പിന്നെ നൗണിനെ കൃത്യമായിട്ട് നമ്മൾ അപഗ്രഥിക്കുമ്പോൾ 4 ആയിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു. പ്രോപ്പർ നൗൺ ആണ്, കോമൺ നൗൺ ആണ്, അബ്സ്ട്രാക്ട് നൗൺ ഉണ്ട്, പിന്നെ കളക്റ്റീവ് നൗൺ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പ്ലൂറൽ ആക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ചിലതിന് എസ് ചേർത്ത പ്ലൂറൽ ആവും, ചിലതിന് ES ചേർത്ത പ്ലൂറൽ ആവും. വൈയിൽ അവസാനിക്കുന്ന വാക്കിന്റെ പ്ലൂറൽ എങ്ങനെയാണ് എഴുതേണ്ടത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ടെക്നിക്കും പറഞ്ഞു. ഇത്രയും പറഞ്ഞു. അത്രയും മനസ്സിലായല്ലോ? എനി ഡൗട്ട്? മനസ്സിലായി സാർ.
യെസ് ഓക്കെ ഭാവന, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഇനി സാർ. ഓക്കെ. ഇനി നമ്മള് അടുത്ത വേറൊരു ഇതിൽ തന്നെയുള്ള വേറൊരു സംഗതിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് ജെൻഡർ. ജെൻഡർ നമ്മളിപ്പോ ചില അപേക്ഷകളൊക്കെ എഴുതുമ്പോൾ അതിനകത്ത് ചിലപ്പോ ഒരു സ്ഥലത്ത് വരുമ്പോൾ ജെൻഡർ എന്ന് കൊടുത്തിട്ടുണ്ട്. ജെൻഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആണാണോ പെണ്ണാണോ എന്നുള്ളതാണ് ജെൻഡർ. ചില സ്ഥലത്ത് സെക്സ് എന്നായിരിക്കും കൊടുക്കുക, ചില സ്ഥലത്ത് ജെൻഡർ എന്ന് കൊടുക്കും. മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളതിന്റെ ആപ്ലിക്കേഷനിൽ ജെൻഡർ എന്ന് കൊടുക്കും. ജെൻഡർ. അപ്പോ നമുക്ക് പ്രധാനമായിട്ട് 4 ടൈപ്പ് ജെൻഡർ ആണുള്ളത്. 4 ടൈപ്പ്. അതിന് പറയുന്ന പേരാണ് മാസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ ആൻഡ് കോമൺ. ഇങ്ങനെ 4 ജെൻഡർ ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം അത് എന്തൊക്കെയാ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 4 ജെൻഡർ. അപ്പൊ നേരത്തെ 4 നൗണിനെ കുറിച്ച് പറഞ്ഞു. അപ്പോ ആണിനെയും പെണ്ണിനെയും നമ്മൾ വേർതിരിക്കുമ്പോൾ അതിൽ നമുക്ക് 4 വിഭാഗങ്ങൾ വരും. ഒന്ന് ആണ് വരും, മറ്റൊന്ന് പെണ്ണ് വരും, സ്ത്രീ വരും. പിന്നെ ഒന്നത് ആണുമല്ല പെണ്ണുമല്ല ആ സംഗതി വരും. പിന്നെ വരുന്നത് ആണുമാവാം പെണ്ണുമാവാം, അങ്ങനെ വരും. യെസ്, അങ്ങനെയാണ് 4 എണ്ണം വരുന്നത്. വൺ ഈസ് ആൺകുട്ടികള്, 2 പെൺകുട്ടികള്, 3 ആൺകുട്ടികളുമല്ല പെൺകുട്ടികളുമല്ലാത്ത പേര്. പിന്നെ ആൺകുട്ടികളുമാവാം പെൺകുട്ടികളുമാകാവുന്ന പേരുകൾ. അങ്ങനെ 4 ആയിട്ട് നമുക്ക് ജെൻഡറിനെ വിഭജിക്കാം. യെസ്. അപ്പോ അതില് ആദ്യം പറയുന്ന ജെൻഡറിന്റെ പേരാണ്. അപ്പൊ നിങ്ങളത് ജെൻഡർ എന്ന് ഹെഡിങ് എഴുതിക്കോ. GENDER, ജെൻഡർ. ഞാൻ ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതിയില്ല, വേറെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. അത് മറ്റേ യൂണിറ്റൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കോ. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയുന്നു. യെസ്. ഓക്കെ, ജെൻഡറിനെ നമുക്ക് എത്രയായിട്ട് വിഭജിക്കാം? 4 ആയിട്ട് വിഭജിക്കാം. ഇറ്റ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻടു 4. 4 ആയിട്ട് നമുക്ക് വിഭജിക്കാം. അതിന് ഒന്നാമത്തെ പറയുന്ന പേരാണ് മാസ്കുലിൻ ജെൻഡർ. മാസ്കുലിൻ എന്നുള്ള സ്പെല്ലിംഗ് MASCULIN, മാസ്കുലിൻ. എന്താ ഈ മാസ്കുലിൻ എന്ന് പറഞ്ഞാല്? മാസ്കുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണെന്നാണ്. ആൺകുട്ടികളുടെ പോലെ, ചില പെൺകുട്ടികളായിരിക്കും, പക്ഷെ സ്വഭാവം കൊണ്ടും ശരീരഘടന കൊണ്ടും ചിലപ്പോൾ ആൺകുട്ടികളെ പോലെ ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയും അത് കാര്യം ശരി പെൺകുട്ടിയാണെങ്കിലും മാസ്കുലിൻ ജെൻഡർ ആണ്, നേച്ചറൊക്കെ ആൺകുട്ടികളെ പോലെയാണ് എന്ന് പറയും. അതാണ് മാസ്കുലിൻ. മെയിൽ എന്നുള്ളതിന്റെ വേറൊരു വേർഡ്, നമ്മൾ മെയിലും ഫീമെയിലും പറയില്ലേ? ഫീമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടി, മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടി. അപ്പൊ ആ മെയിൽ എന്നുള്ളതിന്റെ വേറൊരു വേർഡാണ് മാസ്കുലിൻ ജെൻഡർ. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാം. ബോയ് എക്സാമ്പിൾ ആണ് മാസ്കുലിന്റെ, ആണല്ലേ? ഫാദർ, അതും എന്താണ്? ആണല്ലേ? അപ്പൊ അത് മാസ്കുലിന്റെ എക്സാമ്പിൾ ആണ്. ബ്രദർ, ആണല്ലേ? ഇനി വേറെ എക്സാമ്പിൾ പറയാം. കോക്ക്, പൂവൻകോഴി, അതാണല്ലേ? അപ്പൊ അങ്ങനെ ആണായിട്ട് വരുന്ന എല്ലാത്തിന്റെയും പേരുകള് മാസ്കുലിൻ ജെൻഡറിൽ നമുക്ക് പറയും. ആണായിട്ട് വരുന്ന സകലതിന്റെയും പേരുകൾ, അതാണ് മാസ്കുലിൻ ജെൻഡർ എന്ന് പറഞ്ഞത്. ഓക്കെ, രണ്ടാമത്തേതാണ് ഫെമിനിൻ. FAMININE. ഓക്കെ, ശരണ്യ. ഓക്കെ, ആ രണ്ടാമത്തേതാണ് ഫെമിനിൻ എന്ന് പറയുന്നത്. ഫെമിനിൻ ഫീമെയിൽ എന്നുള്ള വേർഡിൽ, അതിൽ നിന്നാണ്. പറയൂ. FA ആണോ FE അല്ലേ? FE FEMININE. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് വരാം. യെസ്, നമ്മളെന്താ പറഞ്ഞത്? ഫ്ലോ അങ്ങോട്ട് പോയി. യെസ്, ഓക്കെ. ഫെമിനിൻ. ഓക്കെ, അപ്പൊ ഫെമിനിൻ ജെൻഡറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ഫെമിനിൻ, ഫീമെയിൽ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് നമുക്ക് ആ ഒരു സംഗതി വരുന്നത്. ഫീമെയിൽ, ഫെമിനിൻ, സ്ത്രീ സഹജമായ. നമ്മൾ ചില ആൺകുട്ടികളെയൊക്കെ കാണുമ്പോൾ ചിലപ്പോ സ്ത്രൈണ ഭാവത്തോട് കൂടിയിട്ടുള്ള പെരുമാറ്റമായിരിക്കും. അപ്പോ നിങ്ങൾ എന്ത് പറയും? ആൺകുട്ടിയാണെങ്കിലും ഒരു ചാന്തുപൊട്ടിന്റെ സ്വഭാവമാണല്ലോ, ചാന്തുപൊട്ടിന്റെ രീതിയാണല്ലോ എന്ന് പറയും. ആ ചാന്തുപൊട്ട് എന്ന് നമ്മൾ പറയുന്നത് രാധ എന്ന് പറയുന്ന കഥാപാത്രം ചാന്തുപൊട്ട് എന്ന് പറയുന്ന സിനിമയിൽ വന്നതുകൊണ്ടാണ്. അപ്പോ അങ്ങനെ ഒരു സിനിമ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫെമിനിൻ ആണ്
നേച്ചർ ഫെമിനിൻ ആണെന്ന് പറയും. യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമുക്കാണ്. അപ്പൊ പെൺകുട്ടികളാണെങ്കിൽ സ്ത്രീലിംഗമാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇത് പറയുന്നത് ഫെമിനിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? ഗേൾ ശരിയാണ്, ഫെമിനിൻ ആണ്. മദർ, അത് നമുക്ക് ഫെമിനിന്റെ എക്സാമ്പിൾ പറയാം. സിസ്റ്റർ, അത് പറയാം. ഷീ, അവൾ. ഡോട്ടർ, മകൾ, ഇതൊക്കെ നമുക്ക് എന്ത് പറയാം? ഫെമിനിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഭാവന പറയുന്നു ഹെൻ, പിടക്കോഴി. നേരത്തെ ഞാൻ കോക്ക് എന്ന് പറഞ്ഞപ്പോ അത് ഓർത്ത് വെച്ചിരിക്കുകയാണ് ഭാവന. ആഹാ, എങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കുണ്ട് പേര്. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരട്ടെ കേട്ടോ. അപ്പൊ ഞാൻ പറയാം, ഭാവന തന്നെ വിളിക്കാം. യെസ്, ഓക്കെ. അടുത്തതാണ് നമ്മൾ പറയുന്നത് ന്യൂട്രൽ. NEUTR, ന്യൂട്രൽ. നമ്മള് ഫേസ് ന്യൂട്രൽ ലൈൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ന്യൂട്രൽ. ഇത് പറഞ്ഞു കഴിഞ്ഞാല് നൈദർ മെയിൽ നോർ ഫീമെയിൽ. ആ നൗൺ, ആ പേര്, അത് ആണുമല്ല പെണ്ണുമല്ല, ന്യൂട്രൽ. നൈദർ മെയിൽ ഓർ ഫീമെയിൽ. അപ്പൊ എന്ത് നമുക്ക് പറയാം? ഇപ്പോ മാങ്ങ, അതൊരു പേരല്ലേ, അതിൻ്റെ അകത്ത് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ കോളേജ്, അതും ഒരു നൗണല്ലേ, പേരല്ലേ, അത് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റുമോ? ആ കോളേജിൽ ചിലപ്പോ ബോയ്സിന്റെയും ഗേൾസിന്റെയും ഉണ്ടാവുക. കോളേജ് എന്ന് പറയുന്ന സംഗതിയെ നമുക്ക് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റില്ല. ബാങ്കും ബാങ്കിങ്ങും പോലുള്ള വ്യത്യാസമുണ്ട്. ബുക്സ് എടുത്തിട്ട് ഇത് ഫെമിനിൻ ആണ്, ഇത് മാസ്കുലിൻ ആണ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. വെഹിക്കിൾ, വാഹനം, യെസ്, അതിന് നമുക്ക് ജെൻഡർ കണ്ടുപിടിക്കാൻ പറ്റില്ല. കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയാം. ജെൻഡർ ന്യൂട്രൽ എന്ന് പറയും. ഇത് ഏത് ടൈപ്പ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചില ആളുകളുടെ സ്വഭാവം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഇത് എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. സ്നേഹമാണോ? ഭയങ്കര സ്നേഹമാണ്. അപ്പൊ നല്ല സ്നേഹിതനാന്ന് വിചാരിക്കും. എന്നാൽ ഇടക്കിടക്ക് ചില സ്വഭാവങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയുടെ സ്നേഹമൊക്കെ അഭിനയമാണോ എന്ന് തോന്നും. അങ്ങനെയും തോന്നും. അപ്പൊ മൊത്തത്തിലൂടെ കൺഫ്യൂഷൻ തോന്നില്ലേ? ഇത് ഏതിൽ പെടുത്താൻ നമുക്ക് സാധിക്കാത്ത ഒരു സംഗതി വരും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയും. മൂന്നാമത്തെ ജെൻഡർ അവസാനിച്ചു. ഇനി അടുത്തതാണ് കോമൺ ജെൻഡർ. കോമൺ ജെൻഡർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ന്യൂട്രൽ പറഞ്ഞപ്പോൾ പറഞ്ഞു നൈദർ മെയിൽ നോർ ഫീമെയിൽ, ആണുമല്ല ഫീമെയിൽ, പെണ്ണുമല്ല എന്ന് പറഞ്ഞു. ഇവിടെ കോമൺ ജെൻഡർ എന്ന് പറയുമ്പോൾ ഐദർ ഫീമെയിൽ ഓർ മെയിൽ. വേണമെങ്കിൽ അത് പെൺകുട്ടിയാവാം, അല്ലെങ്കിൽ അത് ആൺകുട്ടിയാവാം. ആണുമാവാം, പെണ്ണുമാവാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക്. ഓക്കെ, ആൻസി, ഇറ്റ്സ് എ വെരി ഗുഡ്. അവിടെ ഒരു ഡോക്ടർ പുതിയതായിട്ട് ക്ലിനിക്ക് ആരംഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ദ ലേഡി ഡോക്ടർ, ഇറ്റ് ക്യാൻ ബി എ മെയിൽ ഡോക്ടർ. അത് വേണമെങ്കിൽ ആണാവാം, അത് വേണമെങ്കിൽ ഒരു പെൺകുട്ടിയും ആവാം. അപ്പോ വേറെ രീതിയിൽ പറയാൻ ലോയർ, വക്കീല്, ഓക്കെ, കസിൻ, യെസ്, നമുക്ക് പറയാം. ഇപ്പോ നിങ്ങളിൽപ്പെട്ട ഒരാൾ, അവൾക്കൊരു കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറയാം? ആൺകുട്ടിയാവാം, പെൺകുട്ടീനെ പറഞ്ഞിട്ടുള്ളൂ. അത് ആര് വേണമെങ്കിലും ആവാം, ആൺകുട്ടിയാവാം, പെൺകുട്ടിയാവാം. അത് ഒരു ഓക്കെ, ഓഫീസ് സ്റ്റാഫ്. അങ്ങനെ നമുക്ക് ഫ്രണ്ട്, ഇറ്റ് ക്യാൻ ബി ബോയ് ഫ്രണ്ട് ഓർ ഇറ്റ് ക്യാൻ ബി ഗേൾ ഫ്രണ്ട്. ടീച്ചർ, ടീച്ചർ എന്ന് പറയുമ്പോൾ മെയിൽ ആവാം, അതുമല്ലാന്നുണ്ടെങ്കിൽ ഫീമെയിൽ ആവാം. എനിക്കൊരു ശത്രു ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ്. ശത്രു വേണമെങ്കിൽ മെയിൽ ആവാം, അതല്ലെങ്കിൽ ഫീമെയിൽ ആവാം. അപ്പൊ എന്തിനും കൊള്ളിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ ജെൻഡർ എന്ന് പറയുന്നത്. അപ്പൊ നൗൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞത് ജെൻഡറിനെ കുറിച്ചാണ്. ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആണാണോ പെണ്ണാണോ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അതിനെ 4 ആയിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു. മാസ്കുലിൻ ഉണ്ട്, ഫെമിനിൻ ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, കോമൺ ഉണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നേരത്തെ വന്ന് ഭാവന, യെസ്, ഹീറോ എന്ന് പറയുന്നതിന്റെ ഫെമിനിൻ എന്ത് വരും? ഹീറോയിൻ. ഹീറോയിൻ. വെരി ഗുഡ്, വെരി ഗുഡ് അല്ലേ? ഭർത്താവ് മരിച്ച സ്ത്രീകളെ നമ്മള് വിധവ എന്ന് പറയും. ഭാര്യ മരിച്ച പുരുഷനെ നമ്മൾ എന്ത് പറയും?
വിഡോവർ. ഇംഗ്ലീഷിൽ വിഡോവർ. യെസ്, ഓക്കെ ഓക്കെ, വെരി കറക്റ്റ്. ആൻസി നിലനിർത്തത് ആരാണ് ശരിക്കും പറഞ്ഞത്? ആൻസി പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഞാനേ വിധവൻ എന്ന് പറയുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ ആൻസി യെസ്, ഓക്കെ, റെഡി 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 കേട്ടോ. അപ്പൊ വിഡോ എന്നുള്ളതിന്റെ മാസ്കുലിൻ വരും, എന്ത് വരും? വിഡോവർ. ഒരു ഇയാളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ മാസ്കുലിൻ ജെൻഡറായി. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോ ചിലപ്പോൾ തന്നിരിക്കുന്നത് ഫെമിനിൻ ആയിരിക്കും, അതിന്റെ മാസ്കുലിൻ ജെൻഡർ ഉപയോഗിച്ച് പൂരിപ്പിക്കുക എന്ന് പറയുന്ന സംഗതി വരും. അതുമല്ല എങ്കിൽ ചിലപ്പോൾ തന്നിരിക്കുന്നത് ഫെമിനിൻ ആയിരിക്കും, മാസ്കുലിൻ ആയിരിക്കും, അതിന്റെ ഫെമിനിൻ ജെൻഡർ ഉപയോഗിച്ച് പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യമായിരിക്കും വരിക. ഓക്കെ, അപ്പോ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് ക്രോഡീകരിക്കുകയാണ്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നൗൺ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. എന്താണ് നൗൺ എന്ന് ഞാൻ പറഞ്ഞു. നൗൺ എന്താണെന്ന് പറഞ്ഞിട്ട് അതിന് 4 ടൈപ്പ് ആക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ജെൻഡറിലേക്ക് ഞാൻ വന്നു. ആ ജെൻഡറിനെ നമുക്ക് 4 രീതിയിലാക്കാമെന്ന് പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. പിടികിട്ടിയല്ലോ? എനി ഡൗട്ട്? നോ. ഓക്കെ സഫിക, ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് അധികം ഒന്നും പഠിക്കണ്ട. ഇനി ഇതിന്റെ പ്രോനൗൺ എടുപ്പുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോ കുറേശ്ശെ നമുക്ക് അങ്ങോട്ട് തീർത്താണ് പോകാം. അത് കുഴപ്പമില്ല. ഇപ്പൊ എടുക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുമാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്നാണ് എന്റെ വിശ്വാസം. യെസ്, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല എങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം സബിക. ഇനി സബിക പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ആൻസി പറഞ്ഞു, യെസ് എന്ന് പറഞ്ഞു. ഓക്കെ, ആൻസി പറഞ്ഞാൽ പിന്നെ അതിന്റെ തപ്പിലില്ല. യെസ്, ഓക്കെ സബിക. ശരണ്യ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഇന്ന് പറഞ്ഞിരുന്ന മറ്റു കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഏതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? യുവർ ഫേവറേറ്റ് ഫിലിം അല്ലേ? യെസ് സർ. ഓക്കെ സബിക പറഞ്ഞോളൂ. ഓക്കെ സർ. ഓക്കെ. My favorite movie I have seen in this year is the Hindi movie Fighter. Yes. Actor is Hrithik Roshan and actress is Deepika Padukone. Yes. In this movie. There are many other famous actors too. Yes. This is a story related to Air Force. Yes. In this movie, we will understand how much the army is protecting our lives and our country, Yes. even costing their lives. Yes. An Indian would feel proud while watching this movie. Yes. The background music in this movie is super. We will feel an awful lot of pride. Yes. Other songs are also good. Yes. And the location of the movie is very beautiful. Yes. And after watching this movie, we will be filled with tears because remembering every soldiers. Yes. They are the true fighters who have sacrificed their lives for our country. Proud of an Indian. Jai Hind. വെരി ഗുഡ് വെരി ഗുഡ്. ഇത്രയും സബിയുടെ കയ്യിലുണ്ടായിരുന്നിട്ടാണ് സബീനെ മിണ്ടാണ്ടിരുന്നത് ഇത്രയും നാള്. പ്രതിഭയാണ്. കണ്ട മൂവിയാണ് സർ. പ്രതിഭ ഇന്ന് കണ്ടിട്ടിങ്ങനെ അപ്പൊ ഒരാഴ്ച മുമ്പ് കണ്ടിരുന്നെങ്കിലും തകർത്തേനെ. ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. യെസ്, ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് സബിക, വെരി ഗുഡ്. ഐ ആം പ്രൗഡ് ഓഫ് യു. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഇനി അടുത്തത് ആരാണ്? ഇനി അടുത്തത് ആരാണ്? ഓക്കെ ആൽഫ. ആൽഫ മേടിക്കാൻ എനിക്കറിയാം. പറഞ്ഞോളൂ ആൽഫ. യെസ് പറയൂ.
Okay, sir. Jacob's Swargarajam is my favorite movie. Yes. This story revolves around Jacob's family. Yes. Nivin Pauly played a lead role. Yes. This is written and directed by Vineet Srinivasan. Yes. There are 6 members, include father, mother, and 4 children. Yes. This movie shows the life of them in a critical situation of debt. In Yes. this film, we can see the words of a father to his son for how to lead a successful life. Yes. It shows how the family overcome and repay the debt. And Yes. the most I like is the family stands strong and believes the importance of hard work and positive attitude. Yes. So Vineet Srinivasan's direction is very effective, Yes. bringing the emotional core of the story. Yes. And the soundtrack is composed by Shan Rahman. And this movie music effectively reflects the film's emotions. This movie is a real family drama with strong performance and a heartfelt story. It balances entertainment with meaningful messages about a family and make it a notable film in the Malayalam industry. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എന്താ പറയാ, നമ്മൾ പിടിച്ചതിനും പിന്നെ നമ്മൾ പറക്കണെന്ന് പറഞ്ഞ പോലെ വേറെ ലെവല് വന്നു. വെരി ഗുഡ് വെരി ഗുഡ്, സൂപ്പർ ആയിട്ടുണ്ട്. Thank you, sir. വെരി ഗുഡ് വെരി ഗുഡ്, വളരെ നന്നായിട്ടുണ്ട് ആൽഫ. വെരി ഗുഡ് വെരി ഗുഡ്, ഗുഡ് ഇംഗ്ലീഷ്, വെരി ഗുഡ്. Thank you, sir. ഓക്കെ. ആ, ഇനി അടുത്തത് ആരാണ്? ഹു ഈസ് നെക്സ്റ്റ്? യെസ്. സാർ ഞാൻ ട്രൈ ചെയ്യാം. യെസ്. ഞാൻ കുറെ സിമ്പിൾ ആയിട്ടാണ് എഴുതിയത്. ഇവരുതൊക്കെ കേട്ടപ്പോ ഒരു പേടി. ഏയ് അതൊന്നും പേടിക്കണ്ട. അതായത് യേശുദാസിനെ പോലെ പാടട്ടെ, നമുക്ക് നമ്മളെ പോലെ പാടാം, ഒരു വെറൈറ്റി കൊണ്ടുവരാം. ഓക്കെ. My favorite movie is an old 90s film, Aniyati Praavu. Yes. It is a romantic story directed by Fasil Yes. that captures innocence of first love of Sudhi, acted as Kunjaka Boban, and Mini, acted as Shalini. Yes. This film blessed with very beautiful and heartfelt songs composed by Avse Bachchan. And many comedy characters are there to entertain us. Yes. And the film gives a good message of love, sacrifice, and family values, Yes. that making Aniyati Praavu a beloved one. Yes. That's it. Oh, very good, very good, very good, very good. സിനിമ കണ്ട പോലെ തോന്നില്ല നസീല? Sir. Okay. Yes, very good, very good, very good. നന്നായിട്ടുണ്ട്. Yes. ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. ഓക്കെ. യെസ്, ദാറ്റ് മേക്സ് ദ ഫിലിം മൈ ബിലവഡ് വൺ. കൊള്ളാം, നല്ല ഇംഗ്ലീഷ്, വെരി ഗുഡ്, ഗുഡ് ഇംഗ്ലീഷ്. യെസ്. ഇനി അടുത്തതാരാണ്? അടുത്തത് ആരാണ്? ഓക്കെ, മുബീൻ ഇത് കഴിയുമ്പോൾ ചാൻസ് തരാം. My favorite movie is Ennum Ennan Indian Meridian. This film is romantic thriller film written and directed by R.S. Vimal, based on the real life story of Moidin and Kanchanamala. Yes. Prithviraj and Parvati are main characters of Moidin and Kanchanamala respectively. The film music was composed by M. Jayachandran and Ramesh Narayan, and more beautiful songs in this film. Okay, very good, very good, very good, Nisiya, very good, very good. Okay. ഒരു വെറൈറ്റി ഫിലിം ഇഷ്ടപ്പെട്ട ഒരാളാണ് അല്ലേ? വെരി ഗുഡ് നിസിയ, പറഞ്ഞതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഇനി മുബീനൊക്കെ ഒരു അവസരം തരാം. My favorite film is an old Hindi movie, Kabhi Khushi Kabhi Gum. Yes.
Kevitri is a drama film directed by Karan Johar, starring Amitabh Bachchan, Jaya Bachchan, Shah Rukh Khan, Kajol, Hrithik Roshan, and Kareena Kapoor. The movie Yes. themes of family, love, and cultural traditions. The Yes. mother's love in Kabhi Khushi Kabhi Gum is truly unconditional and selfless. The bond between Nandini and Rahul is particularly deep and emotional. In this Yes. movie, a beautiful song, Kabhi Khushi Kabhi Gum by Lata Mangeshkar. Yes. The climax of the movie is emotional and heartwarming. So I Yes. like this movie. ഓക്കെ ഓക്കെ മുബീന, വെരി ഗുഡ് വെരി ഗുഡ്. നല്ല എന്താ പറയാ, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ പാട്ട് ഓർമ്മയുണ്ടോ മുബീനക്ക്? ഓർമ്മയുണ്ട്, പാട്ടൊന്നും അറിയില്ല. അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീൽ ഉണ്ടാവും, മദറും സണ്ണും ആയിട്ടുള്ള ബോണ്ട്. യെസ്. അല്ല, പാട്ടിന്റെ വരികൾ ഓർമ്മയുണ്ടോ മുബീനക്ക്? വരികള് ഓർമ്മയൊക്കെ ഉണ്ട്. ആ, നമുക്ക് ഒരെണ്ണം രണ്ടുപേര്. ഇല്ല, അപ്പൊ നസീബക്ക് മനസ്സിലായി, പോക്ക് എങ്ങോട്ടാന്ന് മനസ്സിലായില്ലേ? അപ്പൊ മുബീന രണ്ടുപേര്. വരികൾ ഓർമ്മയുണ്ടെങ്കിൽ പാടുന്നത് നല്ല എല്ലാവർക്കും കേൾക്കാലോ. അതന്നെ 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 അതന്നെ. അപ്പൊ മുബീന ഒന്ന് ഓർക്കാനായിട്ട് ഞാൻ 2-3 മിനിറ്റ് തരാം കേട്ടോ. അടുത്തൊരാളെ കഴിയുമ്പോഴേക്കും വരാം. അപ്പോഴേക്കും ആ വരികളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു, ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഇത് ഇന്റർനാഷണൽ പരിപാടിയൊന്നുമല്ല, നമ്മുടെ കുടുംബമല്ലേ, ആകെ നമ്മൾ 14 പേരുണ്ട്, പിന്നെ ഇതിനെ പഠിക്കാനുള്ളത്. യെസ്, അപ്പൊ ഒന്ന് റെഡിയാക്കി നിർത്തിക്കും. ഓക്കെ, ഇനി അടുത്തതാരാണ്? നസീമ കണ്ട സിനിമയൊന്നും ഇല്ലേ? സാർ ഞാൻ പിന്നെ അടുത്ത ക്ലാസ് പറയാം, ഇപ്പൊ റെഡി ആയിട്ടില്ല. ആ ശരി, ഓക്കെ 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 ഓക്കെ. റോമിയ? സാർ ഞാൻ റെഡി ആയിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് ഇത് അറിയുന്നത്, താമസിച്ചായിരുന്നു കയറിയത്, അപ്പൊ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ ഓക്കെ. ആൻസൽ ആൻഡ് ജോസഫ്? സാർ ഞാൻ വായിക്കാം. ആ, നാട്ടുകാരി വരൂ. യെസ്. My favorite film is Aadjeevidam. Hero of the film is Prithviraj and the actress is Amala Paul. This is a Yes. real life incident happened to a man called Najib in the 90s. It Yes. is a novel written by Benjamin in 2008. All Yes. the songs of the film is very touching music. Director is Oscar Award winner A.R. Rahman. Yes. The director Blessy has worked for the movie 16 years. Yes. The film is very heart-touching film, which made me very emotional. The storyline of this film is about an abused Malayali migrant worker employed in Saudi Arabia as a shepherd against Yes. his will. The camera work is extraordinary in every scene. After watching this film, I can't sleep for 2-3 days. Before Oh, watching very- this film, I already read this book in my college days. Yes. അത്രേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ് ജസ്ന. അപ്പൊ ആ ബുക്ക് അങ്ങനെ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ബുക്ക് വായിച്ചുകൊണ്ടാണ് സിനിമ കാണാനായിട്ട് കൂടുതൽ തോന്നിയത് അല്ലേ? ഇതുപോലെ നമ്മുടെ സാധാരണഗതിയിൽ പുസ്തകങ്ങള് വളരെ മനോഹരമായിരിക്കും, അത് സിനിമയാക്കി മാറ്റി കഴിയുമ്പോൾ അത്ര മനോഹരമാവാറില്ല. ബുക്കുകൾ മനോഹരമായിരിക്കും. പക്ഷെ അങ്ങനെ ഞാൻ നോക്കിയിട്ടുള്ളതിൽ കണ്ട ഒരു വ്യത്യാസം, ചെമ്മീൻ എന്ന് പറയുന്ന അത് ശരിക്കും നോവലാണ്. ആ നോവലിനേക്കാളും വളരെ മനോഹരമാണ് സിനിമ ചിത്രീകരിച്ചത്, വളരെ മനോഹരമായിട്ടുണ്ട്. എം മുകുന്ദന്റെ ഇതുപോലുള്ള ഒരു നോവലുണ്ട്, അറിയാമോ? എം മുകുന്ദൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ നോവല് സിനിമയാക്കിയത്. യെസ്, അതാണ് ദൈവത്തിന്റെ വികൃതികൾ. അതിന്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ട്, അതും ഒരു ബുക്കായിരുന്നു. അതിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് ദൈവത്തിന്റെ വികൃതികൾ വരുന്നത്. ആദ്യം പറഞ്ഞത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നിന്നാണ്. നമ്മൾക്ക് ഇപ്പോ ബ്രിട്ടീഷുകാര് എന്നൊക്കെ പറയുമ്പോ നമുക്ക് മനസ്സിലൊരു ദേഷ്യം. വായിച്ചിട്ടുണ്ട് സാറേ അത്, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, പിന്നെ ദൈവത്തിന്റെ വികൃതികൾ. അത് എന്റെ ദൈവത്തിന്റെ. യെസ്, അപ്പൊ അതും ഇതുപോലെ നോവല് പുസ്തകമാക്കിയതാണ്. അപ്പൊ ഈ സിനിമകൾ നമുക്ക് കാണാനായിട്ട് തോന്നുന്നത്, നമ്മൾ ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ സിനിമ വരുമ്പോൾ നമുക്ക് അത് എങ്ങനെ ഇരിക്കും എന്ന് തോന്നുന്നു വരുമ്പോൾ നമ്മളത് കാണാനായിട്ട് പോകും. യെസ്, അതായത് വിദേശികളായിട്ടുള്ള ആളുകൾ
അവരിവിടെ വന്നതിന് ശേഷം ഇന്ത്യയിലുള്ള പെൺകുട്ടികളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അവരിവിടെ ഇന്ത്യൻ കൾച്ചറുമായിട്ട് കേരളത്തിലുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ച് കേരളത്തിലുള്ള ആ സ്ത്രീയുമായിട്ട് വളരെ നല്ല ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ട് വരികയും പിന്നീട് അവർ തിരിച്ചു പോവേണ്ടി വരികയും ചെന്നപ്പോൾ വേദനയോടുകൂടി മടങ്ങി പോവുകയും ചെയ്ത ആളുകളുണ്ട്. അതാണ് നമ്മൾ ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നത്. അതിന്റെ ടച്ച് ചെയ്ത് പോകുന്ന ഒരു കഥയായിരുന്നു ഈ സംഗതി. ഓക്കെ, മുബീന. മുബീന, Yes, sir. വരൂ, വരികളുമായി കടന്നു വരൂ. Yes, sir. അറിയില്ല sir. എവിടെ ഞങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയ നസീമ. മുബീന അത് പറയരുത്, കാരണം നമ്മളെ നിരാശപ്പെടുത്തരുത് കേട്ടോ. കാരണം നല്ല വരികൾക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. പാടും. 2 വരി പാടിയാൽ മതി, അതും വേണ്ട. 2 ലൈൻസ് ഉള്ളൂ. ഇത്രയും പേരുടെ ആഗ്രഹമല്ലേ, 2 ലൈനിൽ പാടുന്നുള്ളൂ. ആ വരികൾ കേൾക്കുമ്പോ തന്നെ അമ്മയും മകനും തമ്മിലുള്ള ആ ഇഷ്ടത്തിന്റെ ആ ബോണ്ട് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അതാണ് ഞങ്ങളെ ഓൺലൈൻ ആയിട്ടല്ലേ, നമ്മള് ഓഫ്ലൈൻ ക്ലാസ് അല്ലല്ലോ. എന്തിനും ആരെയും പേടിക്കൊന്നും വേണ്ടല്ലോ. എന്താ യെസ്. അപ്പൊ ആ വരികളിലൂടെ ഞങ്ങൾ ആ ബോണ്ട് ഒന്ന് അറിയട്ടെ. അറിയില്ല സർ. പാട്ടറിയില്ല എന്നുള്ളത് എളുപ്പപ്പെടുത്താൻ എനിക്കറിയാം. 2 വരിയൊക്കെ പാടാം. പാട്ട് മൂളിയാ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലീസ്. അതെ, ഒരാൾ പ്ലീസ് വരെ പറഞ്ഞു. നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാളെ കൂടെ അത്രയും താഴ്ന്നു വീണ് പറയാനാണ് വരുന്നത്. അതിന് മുമ്പ് എന്റെ കാര്യങ്ങളൊക്കെ. യെസ് മുബീന, ഇനി അങ്ങനെ 4 മിനിറ്റ് കൂടെ ഉള്ളൂ. അതിൽ 2 മിനിറ്റ് മുബീനക്ക് പാടേണ്ട സമയമുള്ളൂ. 2 മിനിറ്റ് 2 വരി പാടാലോ. യെസ്, ക്യാരി ഓൺ. സോറി സർ. എവിടെ നമ്മൾ നിരാശപ്പെടുത്തല്ലേ നസീമ? നിരാശപ്പെടുത്തരുതോ, 2 വരി പാടിക്കോ. യെസ്, എല്ലായിടത്തും പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമ കണ്ടതല്ലേ, ഇഷ്ടപ്പെട്ട സിനിമ എന്ന് കണ്ടതല്ലേ, അപ്പൊ മറക്കാൻ ചാൻസ് ഇല്ലല്ലോ. ആടുജീവിതത്തിലെ പാട്ട് ജസ്റ്റിന് ഓർക്കുന്നുണ്ടോ? You told that the music was very good. Even now you cannot sleep for about 2 or 3 days. അത് വേഗണ്ടല്ലോ പാടാന് ജസ്റ്റിന്. നസീമ പാടിത്തരും പാട്ട് അല്ലേ? ഞാൻ പറയുന്ന സമയത്ത് പാടിത്തരാം. എന്റെ സിനിമ ഞാൻ പറയുമ്പോ പാടാം. ഇപ്പൊ നിങ്ങൾ പാട്. അതൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞത് ജസ്ന. ജസ്ന പാടും. ജസ്ന എന്താ പറയാ, കരിമ്പാടത്തെ കൂടിയൊക്കെ പാടി കേൾക്കണ കണ്ടിട്ടുള്ളതല്ലേ. യെസ് യെസ്, അത് പാടിക്കോ ജസ്ന. നമുക്ക് ആ പാട്ടോട് കൂടി അവസാനിപ്പിക്കാം. 2 മിനിറ്റ് കൂടി ഉള്ളൂ. അല്ല 2 മിനിറ്റ് ഉള്ളു ഇനി, അപ്പൊ നമുക്ക് പോവല്ലായിരിക്കും. ഇല്ല, അതിലൊക്കെ നമുക്ക് ഇത് കലാശപ്പെട്ട് മംഗളം പാടി അവസാനിപ്പിക്കാം. പാട്ട് പാടിയിട്ട് അവസാനിപ്പിക്കാം. ജസ്റ്റിന് പാടിക്കോ, പെരിയാണി എന്നുള്ള പാട്ട് പാടിക്കോ. പക്ഷെ ആ പാട്ടൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. മതി, കേട്ടത് മതി. വേറെ പാട്ട് പാടിയാ മതിയാ? എന്നാ വേറെ ആയിക്കോട്ടെ. ഇത് കഴിഞ്ഞിട്ടത് നമ്മള് മാത്രമല്ല, ഇത് കഴിഞ്ഞപ്പോ യൂട്യൂബിൽ വരില്ല ഇത്. എനിക്ക് വയ്യ. 2 വരിയല്ലേ പാടുന്നുള്ളൂ. ഇപ്പൊ നീ ഫേമസ് ആയില്ലേ, പാടിക്കോ. വേറെ പാട്ട് എനിക്കറിയണം. ഡയറക്ടർ ഉണ്ടെങ്കിൽ അങ്ങേരെ വിളിച്ച് ഇതുപോലെ ഉണ്ടായിരുന്നു. ആദിവാസികളെ കൊണ്ട് പഠിപ്പിച്ച് അത് ഹിറ്റാക്കിയില്ലേ. അപ്പൊ അതിന് വലുതാണത്. അപ്പൊ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്റെ കഥാപാത്രം ഉദ്ദേശിക്കുന്ന സൗണ്ട്. പിന്നെ ജസ്റ്റിനെ ഞങ്ങൾക്ക് പിടിച്ചാൽ കിട്ടും. ഏത് ലെവലായി ഞങ്ങള് ചിലപ്പോ ക്യൂ നിന്ന് കാണേണ്ടി വരും. ടിക്കറ്റ് ഒക്കെ പാടൊന്നുമില്ല. ഞാനിങ്ങനെ എല്ലാരും പറഞ്ഞായിരുന്നു വേറെ പാട്ട് പാടാം. അതല്ല, അതെനിക്കറിയാൻ പാടില്ല മര്യാദക്ക്. അല്ലേ നസീമ, നമുക്കത് പരിഗണിക്കാം അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്, പാടൂ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, അരികിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, അരികിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം.
ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതികൂടമെന്നൂടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമങ്ങൾ ഞാൻ വിരിക്കാം. മതി മതി. Oh, very good. Super. Very good. Congratulations. Thank you. Okay, very good. ഈ പഴയകാല കാമുകി കാമുകന്മാരുടെ ബന്ധത്തിന്റെ തീവ്രതയാണ് ആ കാണിക്കുന്ന വരികളിലുള്ളത്. അന്ന് എങ്ങനത്തെ ആയിരുന്നു അന്നത്തെ ആ പാട്ടിന്റെ സ്റ്റൈല് കണ്ട. ഇന്നാണ് കാമുകൻ ആരുമില്ലടി എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വരുന്നത്. ആ വരികളുടെ ആ മാധുര്യം കണ്ട. യെസ്, ഓക്കെ. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പാട്ടാണ്. നല്ല പാട്ടാണ്. സൂപ്പർ സൂപ്പർ. പക്ഷെ ഇന്നത്തെ പാട്ടുകൾക്കൊന്നും മീനിങ് ഒന്നും ഇല്ല സാറേ, എന്തൊക്കെയൊക്കെയോ പാടുന്നു മാത്രം. യെസ്, പ്രാർത്ഥിപ്പിച്ചങ്ങൾ പാടുന്നു, ലൈനൊപ്പിച്ച് പാടുന്നു. ഓക്കെ. അപ്പൊ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോ സാഹിത്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ സാഹിത്യങ്ങളൊന്നും ഇല്ല. അന്ന് സാഹിത്യത്തിലൂടെയാണ് പാട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിപ്പോ അങ്ങനെ ഇല്ലല്ലോ. വരികൾക്ക് വേണ്ടി അല്ലെങ്കിൽ മ്യൂസിക്കിന് വേണ്ടി പാട്ടുണ്ടാക്കില്ല. അപ്പൊ മൊബൈലൊക്കെ ഇപ്പൊ തോന്നില്ലേ ഞാൻ പാടേണ്ടതായിരുന്നു എന്ന്? അപ്പൊ നേരത്തെ എന്താ തീരുമാനം ഒന്ന് മാറ്റിയിട്ടുണ്ടോ മുമ്പിനെ? സാർ എനിക്ക് അറിയാത്ത ഭാഗമാണിത്. അപ്പൊ പകുതി വില്ലിങ്ങായി. വേഗോട്ടെ. അതിൽ നമുക്ക് അവസാനിപ്പിക്കാം. 1 മിനിറ്റ് കൂടി ഉള്ളൂ. യെസ് സാർ, പരിചയത്തിലെ പാട്ട് ഞാൻ പാടാം. യെസ്. ആരും ഓടരുത്. ഓടില്ല. പാടിയിട്ട് ഞങ്ങൾ ആരും ഓടിയില്ലല്ലോ. പഠിക്കും, അടിപൊളിയായിട്ട് പാടുമല്ലോ. പെരിയോനേ എൻ റഹ്മാനേ, പെരിയോനേ റഹീം, പെരിയോനേ എൻ റഹ്മാനേ, പെരിയോനേ റഹീം. അങ്ങാകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ എന്നിരുന്നാലും അറിയണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ എന്നിരുന്നാലും അറിയണുണ്ടേ. മിണ്ടാമന്തരി വാരിയെടുത്തത് കണ്ടില്ല നിന്നനവ്, കണ്ടില്ല നിന്നനവ്, കണ്ടില്ല നിന്നനവ്. വെരി ഗുഡ്. പാടാൻ അറിഞ്ഞിട്ടാണോ മിണ്ടാതിരുന്നത്? ഇത്രയും കഴിവുള്ള ആളുകളൊക്കെ ഇവിടെ മിണ്ടാതിരിക്കണം. ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ നസീമ, നമുക്ക് ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്കൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ വെക്കാം അല്ലേ? എല്ലാവരെയും കൂടെ പഠിക്കാം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഓക്കെ അതൊന്ന് എല്ലാവരും പാടുന്നു. പാടുകയോ പറയുകയോ ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസ് ദാറ്റ് വാസ് വെരി സൂപ്പർ, വെരി ഇൻട്രസ്റ്റിംഗ്. ബാക്കി നമുക്ക് ഈ നൗണിന്റെ ബാക്കിയുള്ള ഒരു ഭാഗം കൂടി ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് എടുക്കാം. സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ, ബൈ. Thank you, sir. Thank you, sir. Good night, sir. Thank you, sir. Good night. Good night. Thank you. Thank you. Okay.